അപ്പോൾ ഒരാൾക്കൊരു ഡൗട്ട്. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നു, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ബോണിയോട് താങ്കൾ എങ്ങനെയാണ് ഈ ട്രേഡിൽ തുടങ്ങിയത്? സ്റ്റാർട്ടിങ് മുതൽ സക്സസ് ആയിരുന്നു? അപ്പോൾ ബോണി ആദ്യം ഒന്ന് ചിരിച്ചു. അതൊക്കെ ഞാൻ പറയണോ? എൻ്റെ മണ്ടത്തരങ്ങൾ പറഞ്ഞു ബാക്കിയെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ വിചാരിക്കും നമ്മളെ സഹായിക്കാനാ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഓഫീസ് ഉണ്ടാവുമല്ലോ. അതിന് ഞാനൊരു വിക്ടറി എന്ന് പേര് പറയാം. ആ പ്ലാറ്റ്ഫോമിൽ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇക്വിറ്റി മുൻപേ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഓപ്ഷൻ ട്രേഡർ ആവണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഓപ്ഷൻസ് ഒരു സ്ട്രൈക്ക് പ്രൈസ് അബദ്ധത്തിൽ തട്ടി വീണു. അങ്ങനെ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ സെല്ല് ചെയ്യുമ്പോൾ ചെറിയ പ്രോഫിറ്റ് കിട്ടിയിരുന്നു. പക്ഷേ 40 റുപ്പീസ് ഒരു ട്രേഡിന് നമ്മുടെ ഇത് നഷ്ടം ആകും. പക്ഷെ അതൊന്നും ആദ്യമൊന്നും നോക്കിയിട്ടില്ല. ആദ്യം അതറിയാതെ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരുത്തി. പിന്നീട് ഞാനൊരു ദിവസം ട്രേഡ് തീരുന്ന 3:30 ആവാറായപ്പോൾ ഒരു ഓപ്ഷൻ്റെ സ്ട്രൈക്ക് എടുത്തു. അടുത്ത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാം എന്ന് കരുതി. അതും ഒരബദ്ധം തന്നെ. അങ്ങനെ എടുത്ത ഒരു 10,000-ൻ്റെ ആയിട്ടുള്ളൂ ആ സ്ട്രൈക്ക് പ്രൈസിൽ എടുത്തപ്പോൾ. അന്ന് 25 ആണെന്ന് തോന്നുന്നു. 25 നമ്പേഴ്സ് ആയിരുന്നു എടുത്തത്. പിന്നീട് അത് 50 ആയി. ഓപ്ഷൻസ് അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ 75 ആയി. ഇപ്പോൾ 75-ലാണല്ലോ. അങ്ങനെ എടുത്തു. പക്ഷേ പിറ്റേ ദിവസം ആ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അവിടെ കിടക്കുന്നു 2000 പ്രോഫിറ്റ്. അപ്പോൾ തന്നെ എടുത്ത് സെല്ല് ചെയ്ത് നിർത്തി. നോക്കിയാൽ ലാഭം തന്നെയല്ലേ. 10,000 എടുത്ത് 1 ഡേ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ 2,000 കൂടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് ക്ലോസ് ചെയ്തു. അങ്ങനെ ഞാനൊരു 4 ദിവസം ചെയ്തു. 2,000 എന്ന് വെച്ച് എല്ലാ ദിവസവും കിട്ടി. പക്ഷേ എനിക്കറിയില്ലല്ലോ ഒരു 4 ഡേയ്സൊക്കെ ഒരു ട്രെൻഡ് നിൽക്കൂ എന്നുള്ളത്. അടുത്ത ദിവസവും ട്രെൻഡ് മാറുമെന്നുള്ളത് മനസ്സിലാക്കാതെ വലിയൊരു ബിഗ് എമൗണ്ട് ഞാൻ അതിനകത്തിട്ടു. 1 lakh. സെക്കൻഡ് ഡേ ആയി പ്രോഫിറ്റ് കുറഞ്ഞ് പകുതിയായി. അപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു. നമ്മൾ അവരുടെ പ്ലാറ്റ്ഫോമാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിക്ടറിയെ വിളിച്ചു. അപ്പോൾ അവർ നമുക്ക് ഫുൾ കോൺഫിഡൻസ് തരികയാണ്. ഞാൻ 2,000 പ്രോഫിറ്റ് കിട്ടി അവരെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നഷ്ടം വരുമ്പോഴുണ്ടല്ലോ, അവർ പറയുന്നൊരു പറച്ചിലുണ്ട്. വെയിറ്റ് ചെയ്തോ, ട്രെൻഡ് വരും എന്ന് നമ്മളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ആ ഓഫീസിലിരിക്കുന്നവരെ നമ്മളൊന്നും കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് നമ്മൾ ഒരു ഫണ്ട് കൊടുത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് കാര്യമായിട്ട് ചെയ്തെന്നിരിക്കുമായിരിക്കും. പക്ഷേ അവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അവരുടെ ഓഫീസിൽ വിളിച്ചിട്ട് നമ്മളൊന്നും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം റിസ്ക് ചെയ്യണം. പക്ഷേ അവരുടെ റിസ്കിൽ കൊടുത്തു കഴിഞ്ഞാലും പോർട്ട്ഫോളിയോ ഒക്കെ കണക്കായിരിക്കും. അവർക്ക് മെച്ചമുണ്ടാകുന്ന രീതിയിലല്ലേ ചെയ്യൂ. അപ്പോൾ അങ്ങനെ 1,30,000 ആയി. അപ്പോഴും വിളിച്ച് ചോദിച്ചു. അപ്പോഴും ഫുൾ കോൺഫിഡൻസ്. സാറേ അത് കളയണ്ട സാറേ, അത് ഇരിക്കട്ടെ, അത് കയറാം, സാധ്യതയുണ്ട്. അതും 30,000 എന്നുള്ളത് 10,000 ആയി. ഇനി എക്സ്പയർ ചെയ്യാൻ ഒരു ദിവസം മാത്രം.
പിന്നെ അത് എക്സ്പയറിങ് ഡേ ആയപ്പോൾ ഒരു 5,000 മാത്രമായി. അപ്പോഴും അവർ ഫുൾ കോൺഫിഡൻസ്, ഹീറോ ആവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. അവിടെ മനസ്സിലായി, ഈ ഓഫീസുകൾ വിളിച്ച് ഒരു കാര്യങ്ങളും ചോദിക്കരുത്. അവരുടെ പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്യാൻ, നമ്മളെ കൊണ്ട് ലോഗിൻ ചെയ്യിക്കാൻ മാത്രമേ നോക്കൂ, അവരുടെ ഒരു കസ്റ്റമറാക്കാൻ. അല്ലാതെ അവരൊന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യുകയില്ല എന്ന് മനസ്സിലായി. അതോടെ സ്വന്തം റിസ്കിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ട്രേഡർ എങ്ങനെ ആവണം എന്ന് പഠിച്ചു. ഒരു കാര്യം ഓർത്തോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ വേണം ട്രേഡ് ചെയ്തു പോകാൻ. അത് ലൈഫായാലും ട്രേഡായാലും എല്ലാം.